ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ആയി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ആയി. അപ്പോൾ ഇന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി കുറേ ആയി ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇന്നങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക വിധത്തിൽ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. ചുമ്മാ ഒരു ഈവനിങ് ഇൻ മൈ ലൈഫോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം. ചുമ്മാ ഞാൻ അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ് കഴിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നത് ഒന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ എറണാകുളത്തിന് പോകുന്നുണ്ട്. സോ അതുകൊണ്ടേയും കണ്ണേട്ടൻ്റെയൊക്കെ അടുത്തോട്ട് അവരിപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോൾ ഒരു കുറച്ചാഴ്ചകളായിട്ട് എറണാകുളത്തുണ്ട്. അവരിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ചുമ്മാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ചുമ്മാ ഇന്നിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ നമുക്കിങ്ങനെ തോന്നി ചുമ്മാ എന്നാൽ പിന്നെ അവരൊന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളപ്പം കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പം ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് എന്താണ് വൈകിട്ടൊന്നും കഴിക്കാനൊന്നുണ്ടായില്ല ഗൈസ്. അപ്പം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞാൻ മിഠായി തിന്നു. അപ്പം അതൊക്കെ അങ്ങനെ കഴിച്ച് നല്ല ജില്ലായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ എടുക്കാം. എന്തായാലും കുറേ ഞാനിങ്ങനെ വിചാരിക്കണം വീഡിയോ എടുക്കണം എന്നിങ്ങനെ കുറേ വിചാരിക്കണം. ഒന്നും നടക്കണില്ല. അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമാണ് ഗൈസ്. അതാണ് മെയിൻ ഇത്. എനിക്ക് എക്സാം ആവാറായതുകൊണ്ട് എക്സാം ആവാറായതുകൊണ്ടല്ല, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ക്ലാസ്സും പിന്നെന്താ എക്സാമും സ്റ്റഡി ലീവും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വീഡിയോയിലൊന്നും വരാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗൈസ്. അത് ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാണ്. താങ്ക് യു ഗൈസ്. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പം നല്ലോണം കൂടി വരുന്നുണ്ട്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു. അപ്പോൾ എന്താണ് അപ്പോൾ ഒന്നുമില്ല. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വൈകിട്ടാവുമ്പോൾ ഇവിടെ നല്ല സുഖമാണ് ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ ടെറസിലായിരിക്കണേ. നല്ല സുഖമാണ്. നമുക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ടിങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുക്കണം തോന്നി ഞാൻ എടുക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും എന്താണ് ഞാനെന്ത് എടുക്കാൻ പോകുന്നത് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തു. എന്നാൽ പിന്നെ ഞാൻ ആ ബോറടിച്ചിരിക്കുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ താഴെയുണ്ട്. എന്തൊക്കെയൊക്കെയോ തിരക്കുകളും പരിപാടികളൊക്കെ ആയിട്ട് നടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ പ്രത്യേകിച്ച് എന്താണ് പറയാം, എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചു ഒന്നും വരുന്നില്ല. സോ ഗൈസ്, ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് വേറെ പോയിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ മേലൊക്കെ കഴുകി അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോവും. എല്ലാവരും റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ പോവും. അപ്പോൾ താഴെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര പാക്കിങ്ങിലാണ് ഗൈസ്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്വാദുവിന് എന്തൊക്കെയൊക്കെയോ കാര്യമായി അവർ പാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പോലും അറിയില്ല എന്തൊക്കെയാണെന്ന്. കാര്യമായി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇപ്പം അച്ഛനാണെങ്കിലും എന്തൊക്കെയോ ഉണ്ടാക്കി അതൊക്കെ പാക്കിങ്ങിലാണ് അവരവിടെ. സ്വാദുവിനും കണ്ണേടിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര വെയിലല്ലേ. അപ്പോൾ അവരതൊക്കെ പാക്കിങ്ങിലാണ്. ഞാനപ്പോൾ പോയിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളായിട്ട് ഇനി വൈകിക്കേണ്ടല്ലോ. സോ അപ്പം അങ്ങനെ നമുക്ക് പോയിട്ട് റെഡി ആവാൻ. സോ ഗൈസ്, നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
വലിയ കാര്യമായ മേക്കപ്പ് ഒന്നുമില്ല, കാരണം ഷാദുവിൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത്. സോ വലിയ കാര്യമായ മേക്കപ്പുകളൊന്നുമില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴത്തോട്ട് പോവാം. അവരൊക്കെ അവിടെ റെഡിയാവും, അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ നമുക്ക് അവരെയും കൂടെ പോയി നോക്കാം. ഹായ് ഹായ്, സുഖിയിട്ടുണ്ടല്ലോ. നമുക്ക് നാണം വരുന്നു ഗൈസ്. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ബാഗ് അല്ല, മാപ്പ്. ഇങ്ങോട്ട് വാ. എങ്ങടാ നമ്മൾ പോകുന്നത്? ചേരാമല്ലോ. എന്തിനാ പോകുന്നത്? എന്തൊക്കെ കാര്യമായി നിങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അത് പറഞ്ഞായിരുന്നു, നിങ്ങളത് കാര്യമായി പാക്കിങ് ആയിരുന്നു. എന്തായിരുന്നു പാക്കിങ്? പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ കുറെ ചുരിദാർ കൂടിയിട്ടുണ്ടായിരുന്നു. ഹായ് അച്ഛ. ആ പിന്നെ കുറച്ച് അച്ചാറൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ ആൽബം കിട്ടി. ആ ഗൈസ്, ആൽബം കിട്ടി നമുക്ക് കല്യാണത്തിൻ്റെ. അത് ഞാൻ കാണിക്കാം. അതും കൊടുക്കണം. അതിനൊക്കെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 2 ഗസ്റ്റ് നമുക്ക് വന്നു. ആ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ കാണിച്ചാൽ ഹായ് ഒരു ഹായ് ഗൈസ്, നമ്മൾ ഓട്ടോയ്ക്കാൻ പോകണം. നമ്മളിപ്പോൾ വീട്ടിൽ ഇറങ്ങി ആദിലേശേട്ടനോടും വിഷ്ണുചേട്ടനോടൊക്കെ ബായി പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം. ഹായ്, വ്ളോഗിലാണ് ഗായ്സ്. എന്തൊക്കെയാണ് ഇത്? ഷാദുവിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നോയിറ്റ്സ് കപ്പ പപ്പടം. അതെന്തോ പൊടി. അങ്ങനെ ഗൈസ് കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചു. അതൊക്കെ ഷാദുവിന് കൊടുക്കലാണ്. കുറേ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാക്ക് ചെയ്തു. എങ്ങനെ പോണു ഷാദു ജീവിതമൊക്കെ? സുഖല്ലേ? അച്ചിങ്ങ, പാവയ്ക്ക, ഉണക്കമാങ്ങ. ഇത് തീരും വേഗം. ഇത് അച്ഛൻ്റെ അച്ചാർ. അച്ഛൻ്റെ അച്ചാർ. അച്ചാർ കൂട്ടാൻ. ഇതെന്താ അച്ചാറാ? കരിയാ? മാങ്ങയടി. ഇതാണ് ആൽബം. ഷാദുവിൻ്റെ മറിച്ചോട്ടെ ഗൈസ് നോക്കൂ, കണ്ടോ? ആൽബം കഴിഞ്ഞ് നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ആൽബത്തിലോട്ട് കടന്നിരിക്കുന്നു. എന്താ തോന്നണേ? ഇതൊക്കെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ടോ? എന്തൊക്കെ എന്നിട്ട് പറയാനുള്ളത്? അതെ അതെ, ഇത് ഞാനാ. അങ്ങനെ കഴിഞ്ഞു ആൽബം. അങ്ങനെ നമ്മൾ ആൽബങ്ങളൊക്കെ കണ്ടു. ഞാൻ എല്ലാ ഫോട്ടോയും കാണിക്കുന്നില്ല, നമുക്കിനി ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ മതി. ഇൻസ്റ്റയിലൊക്കെ അതിൽ കാണുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. നമുക്കപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കല്ലേ?
വിശക്കുന്നു. ഇവിടെ വന്നിട്ട് പണിയെടുക്കണം. നമുക്കിവിടെ പണിയിലടഞ്ഞാൽ പണിയില്ല. സോ നമുക്ക് വീട് തൊഴിലും അപ്പം നമുക്ക് പണിയെടുക്കാം. എല്ലാവരും പണിയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ അവർക്ക് അവരല്ല പോകുന്നത്. ഗൈസ് ബൈ ഗൈസ്. തിരിച്ചു പോകട്ടെ. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ മുഖം കണ്ടറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. സമയം 10 മണിയോ 10:30 എന്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിൽ പോകണം. നേരത്തെ കിടന്നിറങ്ങണം. അല്ല നേരത്തെ അല്ല, ഇപ്പം തന്നെ 10:30. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വൈകും. എന്തായാലും 11 മണിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അല്ലേ. ഇന്ന് എന്തൊക്കെ ശരിക്കും എടുക്കാൻ പറ്റിയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും മാക്സിമം അതിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ചുമ്മാ എടുത്തൊരു വീഡിയോ. സോ അപ്പോൾ ഗൈസ് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും വരാം. ഇനി സമയമുണ്ടല്ലോ, നമുക്ക് നല്ല അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരാം. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. സോ അങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറില്ല, എന്നാലും പറയുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരേക്കും